താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒത്തിരി നന്ദി പറയണു ബ്രദറെ. കുറെ കാലമായി താങ്കളെ മിസ് ചെയ്യുന്നു കേട്ടോ. ശരിക്കും ഈ ക്ലബ് ഹൗസ് ഉണ്ടായ കാലം മുതൽ കേൾക്കുന്നതാണ്. കെവിൻ പീറ്ററേയും സെബാസ്റ്റ്യൻ സാറിനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായി, ഒത്തിരി മിസ് ചെയ്യണു. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ റൂമില് ബ്രദറ് പാമ്പളാനി പിതാവിനെ ഫേക്ക് ഐഡിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് താഴെ കേൾപ്പിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇവരോട് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഈ താഴെ ഇരിക്കുന്ന ബ്രദർ ഉൾപ്പെടെയുള്ള ഈ വർഗീസ് സാറും ഈ പറഞ്ഞ ന്യൂക്ലിയർ, നസ്രയൻ, അങ്ങനെ ഒരു ഗ്യാങ്, ഞാനും അതിനകത്തേക്ക് ഇങ്ങനെ കേൾക്കാനിരിക്കുന്ന ഒരു ഭാഗമായ ഒരാളാണ്. അപ്പോൾ അവരൊക്കെ പഠിച്ചിട്ടാണ് ഈ ഈ വർഷങ്ങളായിട്ട് വിമർശിക്കുന്നത്. അപ്പൊ ശരിക്കും പറയണെങ്കിൽ പിതാവ് ഒന്നും പഠിക്കാത്തതുകൊണ്ടായിരിക്കാം ഞാനൊരു കത്തോലിക്ക സഭ വിശ്വാസം കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്നതിന്റെ പേരിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ നമുക്കൊരു വിഷമം തോന്നിപ്പോയി. അദ്ദേഹം ഇത് പഠിച്ചിട്ടല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ പഠിച്ചിട്ടാ വിമർശിക്കണമെന്ന് തോന്നിയതുകൊണ്ട് പറയാണ്. ശരിക്കും ഇന്ന് സെബാസ്റ്റ്യൻ ബ്രദർ റൂം ഇടുമ്പോൾ പാമ്പളാൻ പിതാവ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് താഴെ വന്ന് കേൾക്കണമായിരുന്നു. നിങ്ങൾ പറയണല്ല വിത്ത് എവിഡൻസ് റെഫറൻസ് വെച്ചിട്ടാ പറഞ്ഞതെന്നുള്ളത്. അദ്ദേഹം പഠിച്ചിട്ടില്ലെങ്കിൽ അറിയാലോ, ഈ അറിവ് വിവരമൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്ന സംഭവമാണല്ലോ. അദ്ദേഹം പഠിച്ചിട്ടില്ലെങ്കിൽ കേൾക്കണമായിരുന്നു എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. കൂട്ടത്തിൽ കൂടെ ഞങ്ങള് ദിവസം ഇവിടെ താഴെ ചൂറിലായിട്ട് വർഗീസ് സാറ്, ന്യൂക്ലിയർ ബ്രദർ, അങ്ങനെ കുറെ പേര് ഇരിപ്പുണ്ട്. ഈ ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ എടുത്ത് പഠിച്ചു ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും താങ്കളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ താങ്കളുള്ള നാട്ടിൽ തന്നെയാണ്. അപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി. കാരണം ഒത്തിരി പഠിച്ചിട്ട് വന്ന് സംസാരിക്കുന്ന, ഒത്തിരി പഠിച്ചിട്ട്, അതിപ്പോ ഇപ്പൊ താഴെ ഇപ്പൊ ഒന്ന് സംസാരിച്ച നസറേനാണെങ്കിലും ന്യൂക്ലിയർ ആണെങ്കിലും ആരാണെങ്കിലും ശരിക്കും അവർ ഇതുപോലെ പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചിട്ടല്ലേ വിമർശിച്ചേ. ഈ പിതാവ് ഇത് പഠിക്കാണ്ടാണ് തള്ളി മറിച്ചതിന്റെ പേരിൽ നമുക്ക് ദുഃഖമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൂടി ചെയ്തത് നന്നായിരുന്നു. കൂട്ടത്തിൽ കൂടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു, പ്രത്യേകിച്ച് കെവിൻ പീറ്ററെ, സെബാസ്റ്റ്യൻ ബ്രദറെ പ്രത്യേകം ഓർക്കുന്നു. മുന്നോട്ട് പോട്ടെ. മാസത്തിൽ ഒരു സബ്ജക്റ്റ് ആയിട്ടെങ്കിലും വരണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. താങ്ക് യു. താങ്ക്സ് ബ്രദർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബ്രദർ, താങ്ക് യു. ബിലീവർ സംസാരിക്കാം. ജിഷോ സംസാരിച്ചോ. ആദ്യമായിട്ട് സെബാസ്റ്റ്യൻ ബ്രദറിനും കെവിൻ പീറ്ററിനും മറ്റെല്ലാവർക്കും ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. എനിക്ക് ചെറിയൊരു കാര്യം ആദ്യമായിട്ട് അമുഖമായിട്ട് പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. അതായത് ക്രിസ്തുവിന്റെ കുരിശുമരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്, ക്രിസ്തുവിന്റെ ദൈവികത. ഇത് 3ഉം എതിർക്കുന്നത് എന്താണോ അത് പൈശാചികമാണ്, അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. നമുക്കറിയാം, ലോകത്തിൽ ഒരേ ഒരു മതം മാത്രമാണ് ഈ 3 കാര്യങ്ങളും നിഷേധിക്കുന്നത്, അത് ഇസ്ലാമാണ്. ആ ഒറ്റ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഇസ്ലാം എന്ന് പറയുന്ന മതം പൈശാചികമാണ്, ഒരിക്കലും ദൈവികമല്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുമതമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. കാരണം മുഹമ്മദ് കോപ്പി അടിച്ച് അക്കാലത്തുള്ള ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കഥാപാത്രങ്ങളെ കോപ്പി അടിച്ചു. അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഓക്കെ, ഖുറാൻ വളരെ സാമ്യമുണ്ട്, ബൈബിളിലുള്ള എല്ലാവരും കഥാപാത്രങ്ങളും ഖുറാനിലും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ക്രൈസ്തവർക്ക് ഒരു ചിന്താഗതിയുണ്ട്, ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സഹോദര മതമാണ്. അത് ഒരു വലിയൊരു പരിധി വരെ നമ്മുടെ തലമുറയെ, അതായത് ഈ പഠിക്കാൻ പോകുന്ന യുവാക്കളെയും യുവതികളെയും ഒക്കെ വലിയൊരു രീതിയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് സെബാസ്റ്റ്യൻ ബ്രദറോട് ചോദിക്കാനുള്ളത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ യുവജനങ്ങളെ കൂടുതൽ ഇക്കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് കൂടുതൽ അവർക്ക് ഇസ്ലാം പൈശാചികമാണെന്ന് എങ്ങനെ നമുക്ക് ചെറുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂളൊക്കെ, ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ്, സൺഡേ സ്കൂളൊക്കെ പഠിച്ച വെറുതെ സൂപ്പർ വേസ്റ്റ് ആണ്. ഒരു കാര്യം നമ്മളുടെ മര്യാദയ്ക്ക് പഠിക്കത്തില്ല. ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ പറയാൻ പോലും അറിയത്തുണ്ടായല്ല. അതാണ് അവസ്ഥ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മൊത്തത്തിൽ ഒരു തലമുറയെ നല്ല ഒരു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസം, അതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞ് പൈശാചികമാണെന്നുള്ള തിരിച്ചറിവും, ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? ബ്രദറെ, കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ആ സഭയുടെ അധ്യക്ഷന് മാത്രമേ പറ്റത്തുള്ളൂ. അതായത് പാരിഷ് പ്രീസ്റ്റോ അല്ലെങ്കിൽ പാസ്റ്ററോ ആരാണെങ്കിലും അവർ ഈ വിഷയത്തിൽ ഒരു അറിവുണ്ടാക്കിയിട്ട് അവർ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ. കാര്യം ഇത് നമ്മളൊരു മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ ഒരു മതവിദ്വേഷം ഉള്ള ഒരു തലമുറ വളർത്തിയെടുക്കലല്ല നമ്മുടെ ലക്ഷ്യം.
മതത്തെക്കുറിച്ച് അറിവുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കലാണ്. അതായത് ഇതര മതങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയും ബോധവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഒരാളെ വെറുക്കാൻ പഠിപ്പിക്കലല്ല. അവർ നമ്മളെ വെറുക്കുന്നതാണ് അവരുടെ മതം, അവരുടെ മതത്തിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് ഒരിക്കലും അത് ദൈവികമല്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ അവരെ വെറുക്കണം എന്ന് പഠിപ്പിക്കുന്നതല്ല. അവർ നമ്മളെ വെറുക്കാൻ അവരുടെ മതത്തിൽ പഠിപ്പിക്കുന്നു, അങ്ങനെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് ദൈവികമല്ല എന്നൊരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടെ പക്വമായിട്ട് പ്രായത്തിനനുസൃതമായിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് ആ സഭയുടെ ഇടയന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനും അത് സാധിക്കില്ല ബ്രദറെ. അത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയും, അതേ നടക്കൂ. അപ്പം അതുകൊണ്ട് സഭാ ഇടയന്മാർ, അത് അച്ഛന്മാരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും ശുശ്രൂഷ ചെയ്യുന്ന കന്യാസ്ത്രീമാരാണെങ്കിലും, അവർ സൺഡേ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അവരാദ്യം ഉണ്ടാക്കുക, എന്നിട്ടത് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അറിവുള്ള ആരെങ്കിലും വിളിച്ച് ഒരു കോൺഫറൻസോ സെമിനാറോ ലോക്കൽ നിലയിൽ സംഘടിപ്പിക്കുക. ബ്രദർ ഒരു കാര്യം ഇന്റർഫിയർ സോറി, സൺഡേ സ്കൂളിൽ പൊതുവെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ യാതൊരു വിവരവും ബോധമില്ലാത്തവരാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പൊ ഇടയന്മാര് തന്നെ നമുക്കറിയാം, ഇടയന്മാര് തന്നെ ശരിക്കും അവർക്ക് തന്നെ ബോധ്യമില്ല വേണ്ട രീതിയിൽ. അപ്പൊ അവര് തന്നെ ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊക്കെ പലപ്പോഴും പറയുന്നു. തെറ്റായ ഒരു ധാരണ അവർക്കുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെറുപ്പല്ല, പക്ഷെ സത്യസന്ധമായ കാര്യങ്ങൾ. മുഹമ്മദ് ചെയ്ത ശരിക്കും ദൈവകൽപ്പനകൾ 10 ലംഘിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ്, അല്ലെ? 1 തുടങ്ങി 10 വരെ എടുത്ത അത് ഓരോന്ന് ലംഘിച്ച വ്യക്തിയാണ് മുഹമ്മദ്. അതെങ്ങനെ ദൈവത്തിൽ നിന്നാവും? അത് പിശാചിൽ നിന്ന് വ്യക്തമല്ലേ? വളരെ സിമ്പിൾ അല്ലേ അതൊക്കെ? അതൊക്കെ വലിയൊരു ഐൻസ്റ്റീന്റെ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് ലോജിക്ക് നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ല അതൊക്കെ. അപ്പൊ അതൊക്കെ കുറച്ച് ഫലപ്രദമായിട്ട് പഠിപ്പിക്കുക എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ചെയ്യണം, ചെയ്യേണ്ട ലെവലിൽ ചെയ്യണം. അത് ഞാൻ ഇപ്പോൾ ആ മത അധ്യക്ഷന്മാർക്ക് അത് അറിയത്തില്ലെങ്കിൽ, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് നോളജ് ഇല്ലെങ്കിൽ, ഉള്ള ആരെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് വെച്ച് ഡിസ്കഷന് വിളിച്ച് കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുക. അതല്ലാതെ വേറൊരു വഴി അതിനകത്തില്ല. കാര്യം സോഷ്യൽ മീഡിയയുടെയൊക്കെ ഇൻഫ്ലുവൻസിനൊക്കെ ഒരു പരിധിയുണ്ട് ബ്രദർ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ തലമുറയല്ല, ഇനി വരുന്ന തലമുറ എന്തിനകത്താണ്. ഇപ്പം നമ്മുടെ ഒരു ഇപ്പം ജനറേഷൻ ആദ്യം ഓർക്കുട്ടായിരുന്നു, പിന്നെ ഫേസ്ബുക്കായി, പിന്നെ അത് ക്ലബ് ഹൗസായി, ഇതിനിടയ്ക്ക് എത്രയൊക്കെ വന്നു. നമ്മുടെ തലമുറ ഇതിനകത്ത് ഒതുങ്ങി. ഇതിൻ്റെ പുറകിൽ വേറെ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് മുതൽ 100 കണക്കിന് ആപ്പുകൾ, സ്നാപ്ചാറ്റ് മുതൽ 100 കണക്കിന് ആപ്പുകൾ വേറെയുണ്ട്. അപ്പോൾ യുവതലമുറയെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഗ്രാബ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതൊക്കെ ഡീപ്പ് റൂട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് സഭാധ്യക്ഷന്മാർ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് പ്രാവർത്തികമാവും. ഈ നേതാക്കന്മാര്, ബിഷപ്പിനെ പോലുള്ളവർ, ഈ അംബാനിയെ പോലുള്ളവർ പോലും ഇതിൽ നിന്ന് ജനത്തെ തിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ലീഡർഷിപ്പിൽ തൊട്ട് ഇതിന് മാറ്റം വരണം. പിന്നെ വേണം സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഇതിനുള്ള പരിശീലനം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് നമ്മുടെ ഒരു കുറവായിട്ട് മനസ്സിലാക്കി അവരെ എൻട്രെയിൻ ചെയ്യുക. ഇതൊക്കെ വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 6 വയസ്സുള്ള കൊച്ചിനെ ഒരുവൻ ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരുത്തൻ മതം മാറ്റാൻ അവനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ 6 കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൊടുത്തിട്ട് അതിനെ ഓർഡറിൽ ഇടുക എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത മഹാനാണ് MM അക്ബറിന്റെ പി സ്കൂള്. അപ്പൊ ആ പി സ്കൂളില് 6ാം ക്ലാസ്സുകാരനെ 5ഓ 6ഓ വയസ്സുള്ള 2ാം ക്ലാസ്സുകാരനെ 5ഓ 6ഓ വയസ്സുള്ള കൊച്ചിനോട് പോലും മതം മാറ്റുന്നതിന്റെ ക്രമം എന്താണെന്ന് പഠിപ്പിച്ച തരത്തിൽ അവർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാര് അതും ഇത് ഒന്നാണെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ്. രണ്ടാമത്തെ കാര്യം, പാസ്റ്റർ ഒരു കാര്യം പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്യുക, പീസ് സ്കൂൾ എന്ന് പറയുന്നത് മദ്രസയല്ല, CBSE സ്കൂളായിരുന്നു എന്നുള്ള വാസ്തവം കൂടെ മനസ്സിലാക്കണം. മദ്രസയല്ല, മദ്രസയാണെ പറയാം അവന്റെ മദ്രസ സ്കൂൾ എന്തും പഠിപ്പിക്കേണ്ടത്. ഇതൊരു പബ്ലിക് സ്കൂളിലാണ്. മദ്രസ പഠിപ്പിക്കാൻ ഊഹിക്കാം, അതിനേക്കാൾ എത്രയോ മടങ്ങാണ് മദ്രസയിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതെ 100%. അപ്പൊ പച്ചമരത്തോട് ഇതായിരുന്നെങ്കിൽ ഉണക്കമരത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയില് പാലാ ബിഷപ്പിനെ പോലുള്ളവരോ അങ്ങനെയൊക്കെ ഇച്ചിരി വാ തുറന്ന് പറയുന്ന ഏതെങ്കിലും ബിഷപ്പുമാര്, നേതാക്കന്മാര് കത്തോലിക്ക സഭയ്ക്കകത്ത് എഴുന്നേറ്റിട്ട് വേദപാഠ ക്ലാസ്സുകൾ മുഴുവൻ പരിഷ്കരിച്ച് നല്ല രീതിയിൽ നമ്മുടെ അധ്യാപകരെ പരിശീലിപ്പിച്ചിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധനം കൊടുക്കാനാണ്. നമുക്ക് മതവിദ്വേഷമൊന്നും വേണ്ട. നമ്മുടെ പുസ്തകത്തിനകത്ത് ഒരിടത്ത് പോലും കൊല്ലാനോ തിന്നാനോ കഴുത്ത് വെട്ടാനോ കഴുത്തിറക്കാനോ പഠിപ്പിക്കുന്നില്ല. അവന്റെ മതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കണ്ട. പക്ഷെ കാര്യങ്ങൾ അപകട കുഴികളും കെണികളും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കണം. അതിന് അടിയന്തരമായിട്ട് ഇവര് കാര്യങ്ങൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതാണ് നല്ലത്. താങ്ക് യു. തീർച്ചയായിട്ടും ചെയ്യണം. അത് ചെയ്തതിന് കാരണം എന്താ പറയുക, അവർ വെൽ ട്രെയിൻഡ് ആണ്. അവരുടെ പിള്ളേർ പഠിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ബൈബിളിൽ എവിടെയാണ് യേശുക്രിസ്തു ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു വാക്യം. അത് ഈ സക്കീർനായക്ക് അടക്കമുള്ള തീവ്രവാദികൾ കാണിക്കുന്ന പരിപാടിയാണ്. അത് ഇവരും ചോദിക്കും. കാരണം ഇവർ ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഒരു വിട്ടുപോയ ഒരു ഭാഗമുണ്ട് ഈശോപതറെ, ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു 5 സെക്കൻഡ് എടുക്കുള്ളൂ.
നമ്മുടെ കൂട്ടത്തിലുള്ള ചാക്കോ പാസ്റ്റർ എഴുതിയൊരു ഒരു ബുക്ക് ഉണ്ട്, ബൈബിളിനെ കുറിച്ചും ഖുറാനെ കുറിച്ചും എഴുതിയത്. അതിനകത്ത് ഒന്ന് എങ്ങനെയെങ്കിലും ഈ കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും വാങ്ങി വായിക്കണം. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ നിൽക്കണം നാട് വേറെ സ്ഥലം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ അത് ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാവുന്ന രീതിയിൽ വാങ്ങാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം വായിച്ചാൽ മതി ഇതിനകത്ത് സത്യം അറിയാനായിട്ട്. ജാക്കോ പാസ്റ്റർ വർഷങ്ങളായിട്ട് എടുത്തിട്ട് 90 ബുക്കുകളിൽ നിന്നും ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും എല്ലാം കോട്ട് ചെയ്തിട്ട് എന്താണ് സത്യം, എന്താണ് സത്യമല്ലാത്തതെന്ന് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതൊന്ന് വായിക്കണം. കുറച്ചും കൂടി ഷോർട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് വലിയൊരു ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഞാൻ അറിയിക്കുകയാണ് ഈ സമയത്ത്. ഓക്കെ, താങ്ക് യു. യേശുക്രിസ്തു ചോദിച്ചു എന്നെ ഞാൻ ദൈവമാണെന്ന്. യേശുക്രിസ്തു സ്വയം എപ്പോഴാ പറഞ്ഞേക്കുന്നത് ഞാൻ ദൈവം? നമ്പർ 1, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണേ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണേ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയുടെ തെരുവീഥികളിലൂടെ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ ആരും കാണാറില്ല. കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരാള് ഫേക്ക് ഒരാള് പറയുവാണെങ്കിൽ അയാള് നാഴികക്ക് ദിവസം 5 നേരം വെച്ചെങ്കിലും പറയിപ്പിക്കും ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതാണ് വാസ്തവം. ഇനി 2, യേശുക്രിസ്തു പിതാവിനെ കുറിച്ച് പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചു. പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തിരിച്ചു വെച്ചൊരു ചോദ്യമുണ്ട്, യേശുവേ നീ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക, അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, ഇസ്ലാം പ്രകാരമാണ് യേശു എന്താ പറയണ്ടേ? ഞാൻ മരിച്ചു എന്നിട്ട് ഞാൻ നിങ്ങളെ പിതാവിനെ കാണിച്ചു തരാട്ടാ എന്നല്ലേ പറയണ്ടേ? യേശുക്രിസ്തു പറഞ്ഞ മറുപടി, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതിലിപ്പോൾ സിംബോളിക്കാവാം. ഓക്കെ, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ കാണിച്ച് തരണം എന്ന് നീ ചോദിക്കുന്നത് എങ്ങനെ? ഇത്രയും കാലം ഞാൻ നിന്നോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ കാണിച്ചു തരണം എന്ന് നീ ചോദിക്കുന്നത് എങ്ങനെ? ഹൗ ക്യാൻ യു ആസ്ക്? ഹാവ് യു ബീൻ വിത്ത് മീ? നീ എന്നോടുകൂടെ ഇത്ര കാലം ഉണ്ടായിട്ടും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? യു ആർ ജസ്റ്റ് തിങ്കിങ് ഐ ആം ജസ്റ്റ് എ സൺ ഓഫ് ഗോഡ്. ഈ യേശുക്രിസ്തു കൃത്യമായിട്ട് ചോദിക്കുക, ഇത്രയും കാലം ഞാൻ നിന്നോടുകൂടെ ഇരുന്നിട്ട് നീ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കിയേ? എന്നെ നീ കണ്ടാൽ യു ഹാവ് സീൻ ഫാദർ. നിങ്ങൾ ഇന്നു മുതൽ അവനെ കണ്ടു കഴിഞ്ഞു, അവനെ അറിഞ്ഞുമിരിക്കുന്നു. നിങ്ങൾ പിന്നെ എങ്ങനെ പിതാവിനെ കാണിച്ചത്? അതായത് യേശുവിനെ കണ്ടാൽ യു ഹാവ് സീൻ ദ ഫാദർ, ദ ഗോഡ്. കാര്യം അദൃശ്യനായ ദൈവം ദൃശ്യമായിട്ട് ഭൂമിയിൽ വന്നിട്ടുള്ള ഒരേ ഒരു ഇൻസ്റ്റൻസേ ഉള്ളൂ, അതാണ് ഈ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത്. അവൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ പണ്ടും വന്നിട്ടുണ്ട്, പക്ഷെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു ശിശുവായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മരണത്തിന് മുന്നേയും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും രൂപാന്തരപ്പെട്ട ഒരു കംപ്ലീറ്റ് ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവായിട്ട് മാത്രമാണ്. അപ്പോൾ ആ യേശു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന എന്നെ കണ്ടാൽ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് പിതാവിനെ കാണാൻ വേറൊരു പിതാവിനെ കാണാൻ പറ്റില്ല. ഞാനാണ് ഈ പറയുന്ന പിതാവിനെ കാണാൻ പറ്റുന്ന രൂപത്തുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മീ. അത് ഇത്രയും കൃത്യമായിട്ട് യേശുക്രിസ്തു, ഞാനും പിതാവ് ഒന്നാകുന്ന യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് യഹൂദന്മാരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, എന്നാൽ അവൻ എല്ലാറ്റിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് കൃത്യമായിട്ട്, അതായത് വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു, വചനം ദൈവമായിരുന്നു എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:6. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അതായത് നമുക്ക് ജനിക്കുന്ന ഈ ശിശു, ഈ മനുഷ്യക്കുഞ്ഞ്, മനുഷ്യപുത്രൻ, ഈ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്താണെങ്കിലും അവൻ അത്ഭുതമന്ത്രി, വീരനായ ദൈവം, ഗിബ്ബോർ ഏൽ എന്ന് വിളിക്കപ്പെടും. അവൻ നിത്യപിതാവ്, ഇറ്റേണൽ ഫാദർ അല്ലെ, എവർലാസ്റ്റിംഗ് ഫാദർ എന്നവൻ, അബിആദ് എന്നവൻ വിളിക്കപ്പെടും. അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ മുന്നിൽ ജനിച്ച ഈ മനുഷ്യൻ കുഞ്ഞ്, ഹി ഈസ് സൺ ഓഫ് ഗോഡ്, ബട്ട് ഹി ഈസ് നോട്ട് ജസ്റ്റ് എ സൺ ഓഫ് ഗോഡ്, ഹി ഈസ്
സൺ ഓഫ് മാൻ, ബട്ട് ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ സൺ ഓഫ് മാൻ. അവൻ മനുഷ്യപുത്രനാണ്, പക്ഷെ അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല. അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവപുത്രൻ മാത്രമല്ല. അവൻ ദാവീദ് പുത്രനാണ്, പക്ഷെ അവൻ ദാവീദിന്റെ പുത്രൻ മാത്രമല്ല. അവൻ മറിയയുടെ പുത്രനാണ്, പക്ഷെ അവൻ മറിയയുടെ പുത്രൻ മാത്രമല്ല. ആരായിരുന്നു അവൻ? സർവശക്തനായ ദൈവം തന്നെയാണ് മറിയയുടെ മകനായ, ദാവീദിന്റെ മകനായ, ദൈവത്തിന്റെ മകനായ, മനുഷ്യന്റെ മകനായ ഈ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ച് ജീവിച്ചത്. സർവശക്തനായ ദൈവം തന്നെയാണെന്ന് ബൈബിളോ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ സാക്ഷ്യം പറയുന്നു. യേശുക്രിസ്തു അത് എടുത്തു പറഞ്ഞു, നീ ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ മുഹമ്മദേ, ഫിലിപ്പോസേ, തോമസേ, അബൂബക്കറേ, എന്നെ കണ്ടിരിക്കുന്നവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ അവനെ കണ്ടുമിരിക്കുന്നു, അവനെ അറിഞ്ഞുമിരിക്കുന്നു. ഇതിലും കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ്? ഇന്ന് ഞാൻ തിരിച്ചങ്ങ് ചോദിക്കട്ടെ, ഈ പറയുന്ന മുഹമ്മദ് അള്ളാഹുവായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഖുറാനിലെ ഏതെങ്കിലും ഒരു ആയത്ത് അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരായത്ത് പോലും അള്ളാഹു നേരിട്ട്, അള്ളാഹു എങ്ങനെയാ മുഹമ്മദിന് ആയത്തിട്ടുന്നത്? എങ്ങനെയാ? ഒന്നുകിൽ മുഹമ്മദ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുഹമ്മദ് വെട്ടി വേർക്കും, മണിനാദം പോലെ മണിയൊച്ച ചെവിയിൽ കേൾക്കും. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഹദീസുകൾക്കകത്തുള്ള. എന്നിട്ട് മുഹമ്മദ് കണ്ണുടച്ചിരുന്ന് പറയും. അത് മുഹമ്മദിന് പോലും ഓർമ്മയില്ല, ആരെങ്കിലും എഴുതിയെടുത്താൽ എഴുതിയെടുത്തു. ഇതിനെയാണ് ഖുറാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം, മലക്കെന്ന് പറഞ്ഞൊരാൾ വന്ന് പറഞ്ഞു കൊടുക്കും. ഇയാളെ കൂടെ ഇരിക്കുന്ന ഖദീജ പോലും കണ്ടിട്ടില്ല. പുള്ളി പറയുന്നു, എൻ്റെ മുന്നിൽ മലക്ക് വന്ന് പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞു കൊടുത്തതിന് എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ആദ്യമായിട്ട് മലക്ക് വന്ന് പറഞ്ഞു ഓതിക്കൊടുത്ത ഖുറാനിലെ ആദ്യത്തെ ആയത്തെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒരു രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഈ യഥാർത്ഥ സത്യദൈവത്തിൻ്റെ വിശ്വാസവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള തോറ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തോറ പഠിപ്പിക്കുന്നിടത്തോട്ട് നടന്നെങ്കിലും പോയിട്ടുള്ള ഒരാൾക്ക് പോലും അറിയാവുന്നൊരു കാര്യമാണ് മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. മുഹമ്മദിന് ഖുറാൻ ഓതിക്കൊടുത്ത മലക്ക് ഖുറാന്റെ ആദ്യത്തെ ആയത്തായിട്ട് മുഹമ്മദിന് പറഞ്ഞു കൊടുത്തത് മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു നുണയിൽ നിന്ന് തുടങ്ങിയ ഒരു പുസ്തകമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പം തന്നെ പറഞ്ഞു കൊടുത്ത മലക്കിന്റെ വിശ്വാസ്യത നമുക്ക് അപ്പം തന്നെ മനസ്സിലായി, അത് നുണ പറയുന്ന മലക്കായിരുന്നു എന്ന്. കാര്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടിയിൽ നിന്നാണ്. മോശെ പ്രവാചകൻ കൃത്യമായിട്ട് തൗറാത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന്. അപ്പോൾ ഏതോ രക്തക്കട്ടയിൽ നിന്ന്, ഏതോ ഒരു ജീവിയുടെ രക്തത്തിൻ്റെ കട്ടയിൽ നിന്നാണ് മനുഷ്യനുണ്ടായി എന്ന് മുഹമ്മദിനെ പറഞ്ഞ് പഠിപ്പിച്ച മലക്ക് നുണ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് പോലും വേണ്ട. അതിലും കുറച്ച് ഇച്ചിരി ഹ്യൂമൻ ഒരു ബേസിക് നോളജ് ഉണ്ട്, ഒരു വിവരം ഉണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പൊട്ടന് പോലും മനസ്സിലാകും ഈ ഖുറാൻ എന്ന് പറയുന്നത് ഒരു നുണയുടെ ചീട്ടുകൊട്ടാരമാണ്. ഇനിയും മുന്നോട്ട് പോയിക്കോ. സൂറ 59 എടുത്താൽ 53 എടുത്താൽ, നക്ഷത്രസ്ഥാനങ്ങളെ ചൊല്ലി ഞാൻ സത്യം പറയുന്നു, ഈ നിൽക്കണ പ്രവാചകനുണ്ടല്ലേ പത്തരമാറ്റത് അംഗമാണ്, അവൻ നുണ പറയൂല, അവനെ പിശാച് ഒരിക്കലും അവനെ തെറ്റിദ്ധരിപ്പിക്കില്ല, അവൻ പറയുന്നതെല്ലാം സത്യമാണ്, അത് നക്ഷത്രസ്ഥാനത്തെ ചൊല്ലി ഞാൻ സത്യം പറയുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 19-ാം വാക്യം ഖുറാനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഖുറാൻ അത് പറയുന്നത്, ലാത്ത മനാത്ത ഉസയൊക്കെ നമ്മുടെ പാർട്ടികളാ, അവരോട് മധ്യസ്ഥത അങ്ങ് തേടിക്കൊള്ളാം, ഷഫായ തേടുന്നത് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവസാനം മുഹമ്മദിന് എന്നെ തിരുത്തി പറയേണ്ടി വന്നു, അയ്യോ അത് സാത്താൻ തന്നതാണ്, എനിക്ക് പറ്റിച്ചതാ, ഞാൻ പറ്റിക്കപ്പെട്ടു, ഞാൻ നിങ്ങളെയും പറ്റിച്ചു, സാത്താൻ എന്നെ ഉപയോഗിച്ച് ഖുറാൻ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനിക വചനം തോന്നുന്നു. അതാണ് സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്നത്. ഇത് ഹദീസുകൾക്കകത്ത്, ഈ തഫ്സീറുകൾക്കകത്ത് കൃത്യമായിട്ട് 6 വ്യത്യസ്ത രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ സാത്താനിക് വേഴ്സസ്. ഖുറാനിൽ 22-ാമത്തെ സൂറയുടെ തഫ്സീറിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന 53-ാമത്തെ സൂറയിൽ വന്ന സാത്താനിക് വേഴ്സ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, അള്ളാഹു നക്ഷത്രസ്ഥാനങ്ങളെ കുറിച്ച് ചൊല്ലുകൊണ്ട് സത്യം ചെയ്തിട്ട് പോലും മുഹമ്മദിനെ സാത്താൻ ഉപയോഗിച്ചു എന്ന്, മുഹമ്മദ് ഒരിക്കലും കള്ളം പറയില്ല, മുഹമ്മദിലൂടെ സാത്താൻ പറയില്ല, സാത്താൻ മുഹമ്മദിനെ പറ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു സത്യം ചെയ്തിട്ട് പോലും സാത്താൻ നൈസായിട്ട് മുഹമ്മദിനെ പറ്റിച്ചു എന്ന് മുഹമ്മദ് തന്നെ തുറന്നു പറയുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ വാക്കിന്, മുഹമ്മദ് പറയുന്ന അള്ളാഹുവിൻ്റെ വാക്കിന് പഴഞ്ചാക്കിൻ്റെ വില പോലും ഇല്ല എന്ന് പറഞ്ഞാൽ, ഈ അള്ളാഹു മലക്ക് വഴി ഇറക്കി കൊടുത്തു എന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന് സൈദ് ബിൻ സാബിത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന ഈ ഖുറാന് എന്ത് വിലയാ ഉള്ളത്? ഇറക്കി കൊടുത്തയാളുടെ വാക്കിന് വിലയില്ല. പറഞ്ഞ മലക്ക് നുണ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഈ പറഞ്ഞ മുഹമ്മദ് തന്നെ ഈ പറഞ്ഞ സാധനമാണ് ഈ വന്നേക്കണമെന്ന് പോലും യാതൊരു എവിഡൻസും ഇല്ല. മുഹമ്മദ് ഖുറാനൊട്ട് ക്രോഡീകരിച്ചിട്ടുമില്ല, ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇങ്ങനൊരു പുസ്തകത്തിന് എന്ത് വാലിഡിറ്റിയാണ് അവകാശപ്പെടാനുള്ളത്? ഇത് മാത്രം ചിന്തിച്ചാൽ മതി, ഒരു മനുഷ്യനും പിന്നെ ഇസ്ലാമാകുകയോ ഇസ്ലാമിൽ നിലനിൽക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം.
അതെ, നമ്മുടെ സഭയുടെ ഇപ്പൊ എല്ലാ ക്രൈസ്തവ സഭയുടെയും ആളുകൾക്കും ഇതേക്കുറിച്ച് ഒരു ഗ്രാഹ്യം വേണം, ഒരു ചെറിയ അറിവ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറയെ നമുക്ക് ഉദ്ബോധിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റത്തുള്ളൂ. ഇപ്പൊ എല്ലാവരും സെബാസ്റ്റ്യൻ പുന്നിക്കൽ ബ്രദറിനെ പോലെ, അല്ല അനിൽ ബ്രദറിനെ പോലെ, അല്ല കൊടിത്തോട്ടം പാസ്റ്ററെ പോലെ അറിവുള്ളവരായിരിക്കണം എന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ, മുഹമ്മദ് ചെയ്ത ഈ പൈശാചിക പ്രവർത്തികൾ, ഖുറാന്റെ ഈ മ്ലേച്ഛമായ കാര്യങ്ങൾ, ഈ പൈശാചിക, അത് ചെറിയൊരു എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ടാണ്. എങ്കിലാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് അവർക്ക് കുറച്ചെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അത് വലിയ അപകടമായിരിക്കും. കാരണം അവർ വളരെ മദ്രസകളിൽ ചെറുപ്പത്തിലെ ക്രിസ്ത്യാനിക്കുള്ള പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അവരെ എങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുക, ഇതൊക്കെ അവർ ട്രെയിൻ ചെയ്യിച്ചു വിടുവാണ്. നമ്മുടെ കുട്ടികൾക്കാണ് ബൈബിളും അറിയത്തില്ല, ക്രിസ്തു അറിയത്തില്ല, പിന്നെ ഈ ചോദ്യം കൂടെ ചോദിക്കുമ്പോൾ അവർ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ ശരിക്കും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. അത് അഡ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ബ്രദറെ, നമ്മളുടെ ബൈബിളിനെ ഡിഫെൻഡ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ കുട്ടികളെ ഇത് ചെയ്യേണ്ടത്. ഒരു ഫുട്ബോൾ ഗെയിം ആരും ഡിഫെൻഡ് മാത്രം ചെയ്ത് 11 പേരും നമ്മുടെ പെനാൽറ്റി ബോക്സിൽ ഇരുന്നുകൊണ്ട് ഒരു ഫുട്ബോൾ ഗെയിമും ജയിക്കാൻ പറ്റത്തില്ല. ഒരു ഗെയിം ജയിക്കണമെങ്കിൽ ഡിഫൻസ് മാത്രമല്ല, അറ്റാക്കും വേണം. അതായത് ഒരു ചോദ്യം ഒരു മുസ്ലിം പയ്യൻ നമ്മുടെ കുട്ടിയോട് ചോദിച്ചാൽ ഇസ്ലാമിന്റെ അള്ളാഹു വെറും ഗോത്രദേവനാണ്, അറബികളുടെ പേഗൻ മതത്തിലെ ദേവനാണെന്ന് തിരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പ്രാപ്തിയും കൂടെ ഉണ്ടാവണം. അറ്റാക്ക് ചെയ്താൽ മാത്രമേ ഇവന്മാരുടെ വായടപ്പിക്കാൻ പറ്റുള്ളൂ. അത് അനുഭവത്തിൽ നമ്മളെല്ലാം പഠിച്ചു. എത്ര കാലം നടന്ന് സ്നേഹസംവാദം വേദിയിൽ നമ്മൾ മറുപടി പറയാൻ നടന്നു ഇവന്മാരെ ബൈബിളിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്. തിരിച്ചങ്ങോട്ട് ചോദ്യം കിട്ടി തുടങ്ങിയപ്പോൾ അക്ബറിന്റെ ഒക്കെ വായിൽ പഴവും തിരികെ വീട്ടിൽ കയറിയിരിക്കുന്നില്ലേ? കാര്യം ഇസ്ലാം എന്ന് പറയുന്നൊരു നുണയുടെ ചീട്ടുകൊട്ടാരമാണ്. അതിനെതിരെ തിരിച്ചൊരു അറ്റാക്ക് ഉണ്ടായി ഇവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് നമ്മളെക്കാത്തായിട്ട് അവർക്കറിയാം. അപ്പൊ തിരിച്ചു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ അന്ന് നിൽക്കും ഈ പരിപാടി. അതെ അതെ, അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ആദ്യം നമ്മൾ കത്തോലിക്കരെ ചോദ്യം ചെയ്യും, കത്തോലിക്കരെ ഡിഫെൻഡ് ചെയ്യണം. ഇടയ്ക്ക് കയറല്ലേ, സത്യ ഇടയ്ക്ക് കയറല്ലേ പ്ലീസ്. ജിഷോ ബ്രദർ ഇപ്പം കഴിഞ്ഞു എനിക്ക് പറഞ്ഞതുപോലെ ഇതിനെ ആദ്യം പഠിപ്പിക്കേണ്ടത് സൺഡേ സ്കൂൾ അധ്യാപകരെയാണ്. നമുക്ക് നല്ലൊരു കത്തോലിക്ക സഭയ്ക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ച എല്ലാ കുറവുകളും പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കന്യാസ്ത്രീകൾ പോലും ധരിച്ചു വെച്ചിരിക്കുന്നത് സഹോദര മതമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കന്യാസ്ത്രീകളുണ്ട്. ഈ സൺഡേ സ്കൂൾ അധ്യാപകർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആ പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും KCYM പോലെ കുറച്ച് യുവജന സംഘടനകൾ, അതിലൊക്കെ പ്രവർത്തിക്കുന്ന കുറച്ച് ആമ്പിള്ളേരെയും പെമ്പിള്ളേരെയും പിടിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരാക്കും. അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ പഠിപ്പിക്കും. അവരോട് ചോദിക്കുന്ന സംശയങ്ങൾക്ക് അവർ തോന്നുന്ന രീതിയിൽ പറഞ്ഞു. ഈ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒരു ക്ലാസ് കൊടുക്കണം. 1 ദിവസത്തെ 2 ദിവസത്തെ വെച്ച് ക്ലാസ് കൊടുക്കണം, എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളത്. ഇവിടെ 365 ദിവസവും രാവിലെ മദ്രസയിൽ അവരുടെ മതത്തെ കുറിച്ച് മഹത്വമാണെന്ന് പഠിപ്പിച്ച് മറ്റുള്ളവർ കാഫിറാണെന്നും മോശക്കാരാണെന്നും അത് തെറ്റാണെന്നും എല്ലാം പഠിപ്പിച്ച് അവരുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുമ്പോഴും നമ്മുടെ 8ാം ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുന്നത്? പിള്ളേരെ വിധക്കാരന്റെ പോവാം അല്ലേ? അപ്പൊ ഇതാണ് പ്രശ്നം. അനുസൃതമായിട്ട് മാറ്റം വരുത്തിയാലും നമ്മുടെ ആ സഭയുടെ സിസ്റ്റം ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കേട്ടാ കേന്ദ്രതല, നിനത്താൽ ഞാൻ പുലിയെ പിടിപ്പേൻ, പക്ഷെ ഉയിര് പോയാലും ഞാൻ നിനക്ക മാട്ടേൻ. വിചാരിച്ചാൽ പുലിയെ പിടിക്കാം, പക്ഷെ ഉയിര് പോയാലും ഞാൻ പുലിയെ ഇറങ്ങണം. നമ്മള് ഇറങ്ങണം. ചേട്ടാ, ഇതിൽ നിന്ന് ഞാൻ ഇതുകൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. സെബാസ്റ്റ്യൻ ബ്രദറെ, ഈ പറയുന്ന നമ്മള് ഈ പ്ലാമ്പാനിയും പിതാവിന്റെ എടുക്കുമ്പോൾ CSS സഭ ഉൾപ്പെടെ മാതാവിനെ കാണുന്നത് ഒരു പ്രത്യേക ബഹുമാനത്തോടെയാണ്. പക്ഷെ ഈ മാതാവിനെ, അതായത് മറിയത്തെ, ഈ മുഹമ്മദ് ഇത്രയും, അതായത് ഒരു കിട്ടിയ ഭാര്യമാരിൽ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് ചെയ്തു, തുടയിൽ കറുത്ത പാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്തു, വലിവിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്തു, നുണ പറയുന്നു പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്താണ് മുഹമ്മദ്. ഈ മുഹമ്മദിന് നമ്മൾ ഈ സഭ, ക്രൈസ്തവ സഭ, മിക്ക സഭകളും പരിശുദ്ധമായിട്ട് കാണുന്ന മാതാവിനെ ഈ ഇത്രയും പ്രവൃത്തി ചെയ്ത മുഹമ്മദിന് അള്ളാഹു ഭാര്യയായിട്ട് കൊടുക്കും എന്ന് പറയണ ലോജിക്ക്, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? സഹോദര സഭയില്ലേ ചിലപ്പോ കൊടുക്കുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ബന്ധക്കോസുകാർ മാതാവിനെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. കത്തോലിക്കര് പാമ്പ്ലാനി പിതാവിനൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന താല്പര്യം എനിക്ക് പരാതി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ബഹുമാനിപ്പിക്കപ്പെടേണ്ട യേശുക്രിസ്തുവിന്റെ ഇതെല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ആ ആയത്തോടെ വായിക്കണം. അത് നമ്മുടെ സാധാരണ മെയിൻ സ്ട്രീമിലുള്ള ഹദീസുകൾക്കകത്തല്ല അത് പറയുന്നത്.
മെയിൻ സ്ട്രീം ഹദീസുകൾക്കകത്ത് ഒരു ഹദീസുണ്ട്, ഈസായുടെ അമ്മ മറിയത്തിൻ്റെ കൂടാരവും അതുപോലെ തന്നെ ഫറവോയുടെ ഭാര്യയുടെ കൂടാരവും ഈ മുഹമ്മദിന്റെ കൂടാരത്തോട് ചേർന്നായിരിക്കുമെന്ന്, അതായത് ഭാര്യമാരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് അതിന്റെ വ്യംഗ്യം. പക്ഷെ ഇറ്റ് ഹാസ് ഇൻ ബീൻ സെഡ് ലൈക്ക് ദാറ്റ് എക്സ്പ്ലിസിറ്റ്ലി. പക്ഷേ ഇവരുടെ വേറെ ചില ഹദീസുകളുണ്ട്, അത് നമ്മൾ കോമൺ അപ്പോളജിസ്റ്റിക് മേഖലയിലൊന്നും വരുന്ന ഒരു ഹദീസല്ല, ഇവരുടെ ഇന്റേണലി അവർ പഠിപ്പിക്കുന്ന ചില ഡോക്യുമെന്റുകളുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മറിയത്തെ കെട്ടിച്ചു കൊടുക്കുമെന്ന്, അതാണ് ഇതിന്റെ മീനിങ് എന്ന്. പക്ഷേ നമ്മളൊരു അപ്പോളജറ്റിക് മേഖലയിൽ നിൽക്കുമ്പോൾ, ഇപ്പം നമ്മളൊരു സെമിനാർ ആണെങ്കിൽ നമുക്ക് അത്തരം ഡോക്യുമെന്റുകൾ വെച്ച് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. പക്ഷേ നമ്മളൊരു തർക്കത്തിന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ലൂപ്പ് ഹോൾ അവർക്ക് എതിർവാദം പറയാൻ പോസിബിലിറ്റി ഉള്ളതൊന്നും നമ്മളെടുക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ ഹദീസിലെടുക്കുമ്പോൾ പോലും സഹീഹോ ഹസനോ ഗ്രേഡിലായിട്ടുള്ള ഹദീസുകൾ മാത്രമേ നമ്മൾ ചർച്ചകൾക്ക് എടുക്കാറുള്ളൂ. ലൈഫായിട്ടുള്ള ഹദീസുകളൊന്നും നമ്മൾ ആരും എടുക്കാറില്ല. അതിൻ്റെ റീസണും ഇതാ, കാര്യം ലൈഫ് ഹദീസ് കംപ്ലീറ്റ് തെറ്റാണെന്നല്ല അതിനർത്ഥം. അതിൽ ചിലപ്പോൾ നരേറ്റീവ് ചെയിനിലെ എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷെ നമ്മളതെടുക്കാത്തത്, അതെടുത്ത് അവർ പറയും അതിന് ചുറ്റി വരും അത് ലൈഫ് ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. കാര്യം ഹാരിസ് മദനി ഒരു പ്രാവശ്യം എന്നെയായിട്ടൊരു ചർച്ചയ്ക്ക് വന്നപ്പോൾ ഹാരിസ് മദനി ലൈഫായിട്ടുള്ള ഹദീസ് എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് ലൈഫുള്ള ഹദീസല്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു അതിന് ഉപോത്ബലകമായിട്ട് മറ്റൊരു ഹദീസ് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ലൈഫ് ഹദീസും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെങ്ങാനും എടുക്കാവോ? സഹീഹായ ഹദീസ് എടുക്കണതിന് വരെ ലൈഫായ ഹദീസ് എടുത്തിട്ട് വന്നേക്കുന്നെന്ന് പറയും. അപ്പം ഇതുപോലെ ഇവരുടെ ഇന്റേണലി ഉള്ള ചില കാര്യങ്ങൾ ഡോക്യുമെന്റുകളുണ്ട്, സാധനം എന്തെങ്കിലും ഇരിപ്പുണ്ട്. പക്ഷെ അത് നമുക്കൊരു എന്താ പറയുക ഡിബേറ്റ് വേദിയിലെടുത്താൽ അവർക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളുടെ സഹീഹായ ഹദീസ് അല്ല, ഖുർആൻ അല്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സഹീഹ് ഹദീസ് ഉണ്ട്, ഈ മറിയമിന്റെ കൂടാരം മുഹമ്മദിന്റെ കൂടാരത്തിനോട് കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട്. ഓക്കെ ബ്രദർ. ഓക്കെ, നെഹാസ്